പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിന്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ, കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമല്ല, അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം മാത്രമല്ല, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ 10% മാത്രമാണ് പ്രാർത്ഥനാ ജീവിതം. പിന്നെ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അനുഷ്ഠാന ജീവിതമാണെന്നാണ്, ആചാര ജീവിതം. അതുമല്ല. വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ആദിമസഭയുടെ കോൺസെപ്റ്റ് ഉണ്ട്. അത് അടിപൊളി കോൺസെപ്റ്റാണ്. അതാണ് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസമെന്ന്. അത് യോഹന്നാൻ അവസാനത്തെ വെളിപാടുകളിലൊന്നാണത്. 1 യോഹന്നാൻ 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. എനിക്ക് തോന്നിയിരിക്കുന്നത്, എൻ്റെ ഇത്രയും നാളിലെ ആധ്യാത്മികമായ അന്വേഷണത്തിൽ എനിക്ക് വാട്ട് ഈസ് ഫെയ്ത്ത് എന്ന് ചോദിച്ചാൽ, ബൈബിൾ ഒത്തിരി ഫെയ്ത്തുകൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ബേസിക് ഒരു മാതൃകാ വിശ്വാസം എന്ന് വെച്ചാൽ ക്രിസ്തീയ വിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? അത് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം. ഇപ്പം നമ്മളിൽ ലോകത്തിൻ്റെ ഒത്തിരി ഘട്ടങ്ങളുണ്ട്. ഈ നമ്മൾ പറയത്തില്ലേ, വെള്ളം
ത്തിലാണ് വള്ളം കിടക്കേണ്ടതെന്നൊക്കെ പറയത്തില്ലേ. അല്ലാതെ വള്ളത്തിൽ കിടക്കരുതെന്ന് പറയും. വള്ളം പൊങ്ങിപ്പോകും. വെള്ളം ആവശ്യമാണ്, വള്ളം തുഴഞ്ഞു പോകാൻ വേണ്ടി. പക്ഷെ ചില സമയത്ത് ഈ വെള്ളം വന്ന് വള്ളത്തിൽ കിടക്കും, അപ്പോൾ വള്ളം പൊങ്ങിപ്പോകും. അത് ലോകത്തിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ ലോകത്തിലാണ്, അതേസമയത്ത് ലോകം നമ്മളിൽ വന്ന് നിറയും, അതോടെ ജീവിതം മുങ്ങിപ്പോകും. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താ ഈ ലോകം എന്ന് പറയണത്? ഈ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ ഉള്ള ധ്യാനങ്ങളിലൊക്കെ ഞാൻ പറയത്തില്ല നിങ്ങളോട്. അത് പ്രത്യേകിച്ച് 2 Pത്രോസ് 1:4 ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് ഈ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുന്നതനുസരിച്ച് ഇപ്പൊ ദൈവിക സ്വഭാവം നമ്മളെ ഘട്ടം ഘട്ടമായി നമ്മളിൽ കൂടുന്നതനുസരിച്ചാണ് പങ്കുകാരാകുന്നതിന്. എന്താണ് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞത്? വിശ്വാസത്തെ സുഹൃതം കൊണ്ടോ, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടോ, ജ്ഞാനത്തെ ക്ഷമ അല്ലെങ്കിൽ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ സഹനശക്തി അഥവാ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും. കണ്ടാ, ഉപവിയിലേക്ക് വരുമ്പോൾ ഈ ഉപവിക്കൊരു ചെറിയൊരു കുഴപ്പങ്ങളുണ്ട്. നമ്മൾ ഈ ഉപവി എന്ന് പറയണത് ബൈബിളിൽ ഈ തർജിമയിൽ ഇരുട്ടുമുറിയിലെ കറുത്ത പൂച്ചയെ പിടിക്കണ ഒരു പരിപാടിയാണ്. ഇരുട്ടുമുറി കറുത്ത പൂച്ചയെ പിടിക്കാൻ കിട്ടത്തില്ലല്ലേ. അത് കാരണം ഈ ഉപവിയെ നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഉപവി നമ്മൾ പറയും സൽപ്രവൃത്തിയാണെന്ന് വെച്ചാൽ ഉപവി ശരിക്കും പറഞ്ഞാൽ സൽപ്രവൃത്തിയാണ്. പക്ഷെ ലോകം മരിച്ചുപോയൊരു സൽപ്രവൃത്തിയാണ് ഉപവി. എല്ലാത്തിൻ്റെ അകത്തും ഈ ലോകത്തിൻ്റെ ഒരു ഷെയ്ഡ് കിടപ്പുണ്ടാവും. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാൾ ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കണം, അയാളുടെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും എല്ലാം അവിടെയാണ്. അയാളെ വെന്റിലേറ്ററിൽ കൊണ്ടുവന്ന് മുറി കിടത്തിയെങ്കിലും ഓക്സിജൻ എടുക്കുന്നുണ്ട്, പക്ഷേ ബോധമില്ല, കണ്ണും കാണാൻ പറ്റില്ല. ബോധമില്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അയാളുടെ ഈ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളൊക്കെ എടുക്കുന്ന അയാളുടെ ഭാര്യയാണ്. അയാളുടെ ജീവിതകാലത്ത് ഭയങ്കര തെറിയും ബഹളമൊക്കെ ആയിരുന്നു, അടിയിടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പം ഇങ്ങനെ പെട്ട് കിടക്കുന്നത്. ഭാര്യയ്ക്ക് ഒന്നും തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല. ഈ ഇടയ്ക്ക് ഒന്ന് കല്യാണം കഴിച്ചു, 2 കുഞ്ഞുങ്ങളുണ്ടൊക്കെ ഉണ്ടായെന്നല്ലാതെ പ്രത്യേകിച്ച് ഈ മനുഷ്യൻ്റെയൊക്കെ ഒന്ന് ഒരു ഹസ്ബൻഡ് കിട്ടാൻ പറ്റിയ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു സ്നേഹം അങ്ങോട്ട് തോന്നാൻ നമുക്ക് മനുഷ്യരെ നമുക്ക് തോന്നണ്ടേ? അപ്പോൾ എന്നിട്ട് ഈ സ്ത്രീക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഈ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ എടുത്ത് നല്ല ആകൃതപ്പെട്ട ജീവിതത്തിൻ്റെ പങ്കാളിയായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അയാളിനി അവിടെ കിടന്ന് മരിച്ചു എന്ന് വിചാരിച്ചോ? ഒരു പുഞ്ചിരിയോ? ഇവർ ആ മനുഷ്യന് വേണ്ടി ചെയ്ത കാര്യത്തിന് പ്രതിനന്ദിയായിട്ട് ഇടി എനിക്ക് തെറ്റിപ്പോയി, നിൻ്റെ കൂടെ ജീവിച്ചിട്ട് 10-30 കൊല്ലം നമ്മൾ ജീവിച്ചിട്ട് എനിക്ക് നിന്നെ ഒന്നും സഹായിക്കാൻ പറ്റിയില്ല, നിന്നെ സന്ധിക്കാൻ പറ്റില്ല, നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പോലും പറയണ മുമ്പ് അയാൾ മരിച്ചു പോകും. എന്നിട്ട് തൻ്റെ ഒരു കടമ പോലെ, ദൈവത്തോടെ കടമ പോലെ ഭാര്യ അത് ഒരു നന്ദി പോലും മേടിക്കാതെ അതെല്ലാം കർത്താവിന് കാഴ്ചവെക്കും, കർത്താവിൻ്റെ നാമത്തെ പ്രതി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിഫലമില്ലാത്ത ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന നിത്യജീവനെ മാത്രം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഉപവി എന്ന് പറയണത്. അങ്ങനെ ഉപവിയല്ല, ഈ വിശ്വാസത്തിൻ്റെ അവസാന രൂപമേ ഉപവിയാണ്. അതുകൊണ്ട് ഈശോ പറയണത് എന്താണ്? നിങ്ങൾ ഇടത്ത് കൈ ചെയ്യണത് വലത്ത് കൈ അറിയാതിരിക്കട്ടെ. മത്തായി 6:3 നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് അത് രഹസ്യം കണ്ട ഈ രഹസ്യത്തിൽ ചെയ്യുന്ന വിഷയത്തിനാണ് ഈ ഉപവി എന്ന് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത്. നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇതാണ് ഈ ഉപവിയുടെ സംഭവം.
അപ്പം ദൈവത്തെ മാത്രം മുൻനിർത്തി പരസ്യങ്ങളൊന്നുമില്ലാതെ അതിൻ്റെ ഈ നമ്മൾ പല ആൾക്കാരും സൽപ്രവർത്തിക്കാർ ഡെയിലി വേജസ്സുകാരാണ്. എന്നുവെച്ചാൽ അവരപ്പം ചെയ്യണ നന്മയുടെ പ്രവൃത്തി അവർക്ക് അപ്പം തന്നെ വേണം. അതാണ് ഈ വിശ്വാസികളുടെ കൂട്ടത്തിലുള്ള ഡെയിലി വേജസ്സുകാരാണ്. അതായത് എല്ലാവരും അറിയിച്ചേ ചെയ്യത്തുള്ളൂ. അത് അല്ലെങ്കിൽ ചെയ്ത് വെച്ചും മറ്റു മനുഷ്യരോട് പറയും. ഇങ്ങനെ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ പ്രോഡക്റ്റ് ഇത് ഡെയിലി വേജസ്സാണ്. അന്നന്ന് പണിയെടുത്ത് അന്നന്ന് ജീവിച്ചു പോവുക, അത്രേ ഉള്ളൂ. നിത്യതയ്ക്ക് നിക്ഷേപമില്ല. അതേ പ്രശ്നം വെച്ചാൽ നിത്യതയുടെ നിക്ഷേപമാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെയിലി വരുമാനം ഇല്ലെങ്കിലും നിത്യതയിലൊരു നിക്ഷേപം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുന്ന ദൈവസ്നേഹ പ്രവർത്തനങ്ങളാണ്, കൃപാവര പ്രവർത്തനങ്ങളാണ് ഉപവികളെന്ന് പറഞ്ഞത്. ഈ നമ്മൾ ഉപവിയിലേക്ക് ഒരു വ്യക്തി എത്തിയാൽ മറ്റുള്ളവർ നന്ദി പറഞ്ഞാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, ഒരു പ്രശ്നവുമില്ല. ഐ ആം സോ ഹാപ്പി ബിക്കോസ് ഐ ഹാവ് ഡൺ ഇറ്റ് ഫോർ ജീസസ്. ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തതാണെന്ന് ഇങ്ങനെ ഭംഗിവാക്കൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതല്ല, നമ്മുടെ മനസ്സിൽ വി മസ്റ്റ് ബി കണ്ടൻറ്റഡ്. ആ വിഷയത്തിൽ ആന്തരിക തൃപ്തി ഉണ്ടാകണം നമുക്ക്. അപ്പം നമ്മൾ ഉപവിയിലായി. ഈ ഉപവിയിലായി കഴിഞ്ഞാൽ വി ഹാവ് നോ കംപ്ലൈൻറ്റ്. നമുക്ക് പിന്നെ കംപ്ലൈൻറ്റ് ഇല്ല. മാതാവിൻ്റെ ഏറ്റവും വലിയ സംഭവം ഉപവിയാണ്. ജീവിതം മൊത്തം ഉപവിയാണ്. ഉപവിക്ക് കർത്താവ് വചനം മാംസമായി നമ്മുടെ വസിച്ചു, മറിയം ഉപവി മാംസമായി നമ്മുടെ വസിച്ചതാണ്. നോ കംപ്ലൈൻറ്റ്. അതെ, ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നൊക്കെ പറയണില്ലേ, ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നൊക്കെ പറയും. എല്ലാവർക്കും അമ്മയെ ആക്രമിക്കുന്നതിന് ഭയങ്കര മത്സരമാണ് ലോകത്ത്. പക്ഷെ അമ്മ ആരാണെന്ന് ഇന്ന് വരെ നമുക്കറിയത്തില്ല. നമുക്കറിയാവുന്നതൊക്കെ വളരെ സ്പെക്കുലേറ്റീവ് ഫിലോസഫിക്കൽ തിയോളജിക്കൽ നോളജാണ്. അതൊരു ഇൻഫർമേഷൻ്റെ ഫലമേ ചെയ്യത്തുള്ളൂ. ആന്തരികമായിട്ട് ഈ വ്യക്തിത്വത്തെ ദൈവം എങ്ങനെയാണ് വചനത്തെ കൈമാറാൻ വേണ്ടി സ്വർഗത്തിൻ്റെ ഉപകരണമാക്കിയത്, അതിൻ്റെ പ്രധാന കാരണം ഉപവി മാംസം ധരിച്ച്. നമ്മളെപ്പോഴും മരിയന് ഉടമ്പടി എടുക്കുമ്പോൾ അമ്മയെപ്പോലെ ഉപവിയുടെ ഒരു ജീവിതത്തിലേക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ആരും നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിലും ആന്തരികമായ സന്തോഷത്തിൽ ആന്തരിക തൃപ്തിയോട് ജീവിക്കാൻ അമ്മേ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് നിന്നെപ്പോലെ ഹൃദയത്തെ സംഗ്രഹിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അവനും വർത്താനം പറയാൻ തുടങ്ങി. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ രമ്യതയിൽ തന്നെ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടി വന്നെടുത്തു. ഇതിൽ ഉപ്പും തൈലവും ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ കിട്ടി. ഞാൻ ആ ഉപ്പും തൈലവും ഉപയോഗിച്ച് എനിക്ക് ചെവിയിൽ ഫംഗസ് എന്ന രോഗം ഉണ്ടായിരുന്നു. ചെവിക്ക് ഭയങ്കര കടിയും മറ്റുമായിരുന്നു. അത് രണ്ടും കൂടെ ചാലിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശടയാളം ഇട്ട്
ഞാൻ എൻ്റെ ചെവിയിൽ തേച്ചു. അപ്പോൾ അത് പിറ്റേ ദിവസം തന്നെ പൂർണ്ണമായിട്ടും അത് പോവുകയും ചെയ്തു. അതുപോലെ തന്നെ അലർജി തുമ്മൽ, അത് ആദ്യം എനിക്ക് കണ്ണിന് കടിയും മൂക്ക് കടിയൊക്കെ ഇങ്ങനെ വരും. അതേ തുടർന്ന് അടുപ്പിച്ച് കുറേ തുമ്മൽ, തണുപ്പടിച്ചു കഴിഞ്ഞാൽ അന്നേരം എനിക്ക് തുമ്മൽ വരും. അങ്ങനെയായിരുന്നു 3-4 വർഷമായിട്ട് അതുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൈലവും ഉപ്പും ഉപയോഗിച്ച് പരട്ടിയതിൻ്റെ ഫലമായി എനിക്ക് പൂർണ്ണമായി ഈ 2 രോഗങ്ങളും സുഖമായി കിട്ടി. പിന്നെ ഇതിൽ കാശുരൂപം പിടിച്ചെന്നെ പിന്നെ അതിർത്തിയിൽ കൂട്ടം കൂടിയിരുന്ന് മദ്യപാനികളിരുന്ന് മദ്യം കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കാശുരൂപം എടുത്തുകൊണ്ട് പോയി. എനിക്കതൊരു വല്ലാത്ത വിഷമായി തോന്നി. അപ്പോൾ കാശുരൂപം എടുത്തുകൊണ്ട് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറേ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരിക്കലും അവിടെ ഇരുന്ന് മദ്യപാനം നടത്തുകയോ അങ്ങനെയുള്ള കൂട്ടം കൂടി ഇരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് കിട്ടിയത് വികസനത്തിൻ്റെ പരിപാടിയായിട്ട് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി വെച്ചപ്പോൾ ഞാൻ ആ കാര്യം എഴുതാൻ മറന്നു പോയായിരുന്നു. അന്ന് ഞാൻ പിള്ളേരോട് പറഞ്ഞു, അയ്യോ ഞാൻ മറന്നു പോയല്ലോടി അത് എഴുതി വയ്ക്കാൻ. കുറേ കൊല്ലമായി അത് പാലം അവിടെ വരുമെന്ന് പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പാലം വരുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അന്ന് വിചാരിച്ചു, ഇനി ഞാൻ ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ അത് ഉടമ്പടിയിൽ വയ്ക്കുമെന്ന് വിചാരിച്ചു. അന്ന് ആ തീരുമാനം എടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇതാ JCB വന്നു പാലത്തിൻ്റെ പണി തുടങ്ങുകയും ചെയ്തു. ആ പാലപ്പണി പൂർത്തിയാവുകയും ചെയ്തു. ഉദ്ഘാടനം ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. പണി പൂർത്തിയായി. പിന്നെ എൻ്റെ കാലിന് ഉപ്പൂറ്റിയിൽ നീരുണ്ടായിരുന്നു. അത് അച്ഛൻ്റെ പഴയ ധ്യാനം കൂടിയപ്പം അച്ഛൻ പറഞ്ഞ് തടിപ്പോ നീരോ ഉള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ സമയത്ത് മുട്ട നിന്ന് കൈവച്ച് എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ നീരുള്ള സ്ഥലത്ത് പ്രാർത്ഥിച്ചു. അതും സുഖമായി. അങ്ങനെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ഡീനു. ഞാൻ വടകര സെൻറ്റ് ജോൺസ് പള്ളി ഇടവകാംഗമാണ്. ഞാനൊരു നേഴ്സാണ്. എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ടായിരുന്നു. അത് ഒരു 2 വർഷത്തോളമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം വന്ന അലർജിയാണ്. ഡസ്റ്റ് അലർജി അന്ന് തന്നെ കണ്ടുപിടിക്കാൻ 5 ഹോസ്പിറ്റലിൽ ഞാൻ പോയി. മെഡിസിൻസ് 5 ആൻറ്റിഹിസ്റ്റമിൻസാണ് എടുത്തുകൊണ്ടിരുന്നത്. സാധാരണ ഡോക്ടേഴ്സ് ആൻറ്റിഹിസ്റ്റമിൻസൊക്കെ ഡോസൊക്കെ കുറച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. മാസങ്ങൾ കഴിയുന്തോറും ആ ഡോസ് കൂട്ടി വന്നു. ലാസ്റ്റ് സ്റ്റിറോയിഡ് തെറാപ്പിയും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാർ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിലൊന്ന് പോകാം. അപ്പോൾ ഞങ്ങളങ്ങനെ ഇങ്ങ് പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചിമാർ പറഞ്ഞു, നീ ഒരു നിയോഗമായിട്ട് ഇത് എഴുതിയിടണം. ഞാനത് എഴുതിയിട്ടു. കാരണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഒരു റോഡ് പോലും ക്രോസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ കാലും കൈയും ഒക്കെ എവിടെയൊക്കെ എക്സ്പോസ് ആവുന്നുണ്ടോ അവിടെ എല്ലാം എനിക്ക് തടിച്ചു വരുമായിരുന്നു. അപ്പം നിങ്ങളോർക്കും ഡസ്റ്റ് അലർജി ഇവിടെ മാത്രമല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ എൻ്റെ ശരീരത്തിൽ എനിക്ക് തലയോട്ടിയിലും ജെനിറ്റാലിയിലും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും സിവിയർ ആർട്ടിക്കാരിയ, അങ്ങനെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. തടിച്ചു വരുമായിരുന്നു. മരുന്നുകളിലൊന്നും ഭേദമായില്ല. ഇവിടെ വന്ന് ഞാൻ അവിടെ നിന്നാണ് വരുന്നത്, വടകരയിൽ നിന്നാണ് വരുന്നത്. വടകരയിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് കൊതുക് കടിച്ച പോലെ ഒന്നോ രണ്ടോ അവിടെ നമുക്ക് കൊതുക് കടിച്ച് എന്തോരം വരും, അത്ര മാത്രമേ എൻ്റെ ശരീരത്തിൽ ഉന്തിയുള്ളൂ. പക്ഷെ അന്ന് വൈകിട്ട് തൊട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയപ്പോൾ തൊട്ട് പിന്നെ എനിക്ക് വന്നിട്ടില്ല. ഞാനൊരു മരുന്നും എടുക്കുന്നില്ല. യേശുവേ സ്തോത്രം. അടുത്തതായിട്ട് എൻ്റെ അച്ചാച്ചൻ്റെ വിസ ഒത്തിരി നാൾ വൈകിയായിരുന്നു. പച്ചച്ചൻ വിദേശത്ത് പോയിരിക്കുകയാണ്. അതിനും അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു. പിന്നെ എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടാകാൻ ഞാൻ നിയോഗമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. വിവാഹിതയായി ഞാൻ ജൂണിൽ. മാതാവിനോട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പേര് വർഗീസ് തോമസ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2019 ജൂലൈ മാസം 1-ാം തീയതി ഉടമ്പടി എടുത്തു. ജനുവരി 1-ാം തീയതി ഞാൻ പുതുക്കുകയും ചെയ്തു. 2020 എനിക്ക് 4 കാര്യങ്ങൾ സാധിച്ചു കിട്ടി. ഞാനത് അന്നേരം തന്നെ ആൾക്കാരെ പറയുകയും ചെയ്തു, സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അതിൽ സാക്ഷ്യത്തിൽ പറയാനായിട്ട് ഇനിയും ഒരു കാര്യമുണ്ട്. ഞാൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. സ്ഥലമൊന്നും ഇല്ലായിരുന്നു. ഒരു വീട് വേണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. 31 വർഷം ഞാൻ റെൻറ്റ് കെട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ എനിക്കൊരു നല്ല വീടും എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഒരു നല്ല വീട് വെക്കുമ്പോൾ ഒരു ഗ്രോട്ടോയും കൂടെ പണിയാനുള്ള ഒരു സ്ഥലം കൂടെ കിട്ടണമെന്ന്. അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. എന്നാലും എനിക്ക് നല്ലൊരു സ്ഥലവും കിട്ടി. ഡെഡ് എൻഡാണ്. അവിടെ മാതാവിൻ്റെ ഒരു ഗ്രോട്ട പണിയാൻ എനിക്ക് സാധിച്ചു. മാതാവിന് ഒരു
ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് ദിവ്യ ടോണി. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ പള്ളിക്കുന്ന് ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു. എൻ്റെ മൂത്ത മകന് ഉന്നത വിദ്യാഭ്യാസത്തിന് ഉടമ്പടി വച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ നിയോഗമായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ +2 അവന് 94.5% കൂടി അവന് വിജയം ലഭിച്ചു. പിന്നീട് എന്ത് പഠിക്കണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. അവൻ എൻട്രൻസിന് അപേക്ഷ വയ്ക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എൻട്രൻസിന് അപേക്ഷ വയ്ക്കാനായിട്ട് മാതാവിൻ്റെ കാശ് രൂപം കയ്യിൽ പിടിച്ചു. മാതാവിൻ്റെ തൈലം തലയിൽ തേച്ചു. ഞങ്ങൾ പോകുന്ന വഴിയിൽ മുഴുവനും ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അക്ഷയയിൽ നിന്നിട്ടായാലും ഞങ്ങളെ വിളിക്കുന്ന നേരം കൊണ്ട് മുഴുവനും ഞങ്ങൾ ജപമാല ചൊല്ലി. ഞങ്ങൾ അപേക്ഷ വെച്ചു. അവൻ എൻട്രൻസിന് പരീക്ഷയ്ക്ക് പോകുമ്പോഴും മാതാവിൻ്റെ കാശ് രൂപ കൈപ്പിടിച്ച് പരീക്ഷയ്ക്ക് പോയി. പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഭയങ്കരമായിട്ട് പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ ജയിക്കുമെന്ന് സംശയമാണ്, അമ്മ റിസൾട്ട് വരെ നോക്കാനായിട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളത് കാരണം കൊണ്ട് റിസൾട്ട് നോക്കാനായിട്ട് പോയില്ല. പിന്നീട് അവൻ എന്ത് പഠിക്കുമെന്ന് ഉള്ള ചിന്തയിൽ ഞങ്ങൾ IELTSന് ചേർത്തി. അവന് 1 കൊല്ലം നഷ്ടപ്പെടുന്നത് അവന് വളരെ വിഷമമുള്ള കാര്യമായിരുന്നു. IELTSന് ചേർത്തി. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, അവളുടെ കൊച്ചിനെ എൻട്രൻസിന് അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ കൊച്ചിന് ഓപ്ഷൻസ് വെച്ചു, ആഡ് ചെയ്ത് ചേർത്തു, മാർക്കുകൾ ആഡ് ചെയ്ത് ചേർത്തു, സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനിൽ ചേർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ വിഷമമായി. പക്ഷേ അതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചേർത്താനായിട്ടോ ഞങ്ങൾക്ക് കയറ്റാനായിട്ടോ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡേറ്റൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ ഇവന് 157 മാർക്കോളം അവനും ഉണ്ടായിരുന്നു, എൻട്രൻസിന് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം അവന് ഇത് കയറാനുള്ള മാർക്ക് ഉണ്ടായിരുന്നു, എൻട്രൻസിന് സീറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ അത് അപേക്ഷ വയ്ക്കാത്തതുകൊണ്ട് വളരെ വിഷമമായി. പിറ്റേ ദിവസം തന്നെ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. ഞാൻ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കും. എന്ത് മഴയുണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ വിശുദ്ധ കുർബാന മുടക്കാറില്ല, കുർബാന സ്വീകരിക്കാറുണ്ട്, കുമ്പസാരിക്കാറുണ്ട്, ഇതെല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ കണ്ട സ്വപ്നം, വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് മാത്രം വിശുദ്ധ കുർബാന ലഭിക്കണില്ല, ബാക്കി എല്ലാവർക്കും വിശുദ്ധ കുർബാന ലഭിക്കുന്നുണ്ട്, എനിക്ക് മാത്രം ലഭിക്കണില്ല. അത് കണ്ട സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ എണീക്കുന്നത്. അപ്പോൾ എനിക്ക് അതെന്താണ് എനിക്കൊന്നും മനസ്സിലായിണ്ടായിരുന്നില്ല. എന്താണ് അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായിണ്ടായില്ല. പിന്നീട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ എനിക്ക് തോന്നി എനിക്ക് ലഭിക്കാത്ത അപ്പം അവൻ്റെ സീറ്റായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നി. അന്ന് രാവിലെ ന്യൂസ് പേപ്പർ നോക്കിയപ്പോൾ 3 ദിവസം കൂടിയും അവന് മാർക്ക് ലിസ്റ്റ് കയറ്റാനായിട്ട്, എൻട്രൻസിന് മാർക്ക് ലിസ്റ്റ് കയറ്റാനായിട്ടുള്ള 3 ദിവസം കൂടിയും കൂട്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അക്ഷയയിൽ പോയിട്ട് മാർക്ക് ലിസ്റ്റ് കയറ്റാനായിട്ട് സാധിച്ചു. പക്ഷേ അവന് മാർക്ക് ലിസ്റ്റ് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും മാർക്ക് ആഡ് ചെയ്ത് കയറ്റാനായിട്ട് സാധിച്ചില്ല. എൻ്റെ ഓപ്ഷനുകളൊക്കെ ഡേറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ ആഡ് ചെയ്ത് കയറ്റത് കൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ ഔട്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് ഞങ്ങൾ വന്നപ്പോഴും ഞങ്ങൾ നോക്കിയിട്ടുണ്ടായില്ല. 3 ദിവസം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം മകനൊരു ഉൾവിളി ഉണ്ടായി. അവൻ മാർക്ക് ലിസ്റ്റ് ഒന്ന് നോക്കാം അമ്മയെന്ന് പറഞ്ഞ് അവൻ്റെ കോൾ ടിക്കറ്റിൻ്റെ പേപ്പർ എടുത്ത് അവൻ നോക്കിയപ്പോൾ അവൻ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. അവൻ്റെ മാർക്ക് ആഡ് ചെയ്ത് ആരെ ആഡ് ചെയ്തെന്ന് അറിഞ്ഞൂടാ, ഞങ്ങൾ ആഡ് ചെയ്ത് കയറ്റിയിട്ടില്ല. പക്ഷെ അവൻ്റെ മാർക്ക് ആഡ് ചെയ്ത് കയറിയിട്ടുണ്ടായിരുന്നു. അവൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ അവൻ ആഗ്രഹിക്കുന്ന കോഴ്സിന് അവന് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ ആദ്യത്തെ നിയോഗം. അതാണ്. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ രണ്ടാമത്തെ മകൾക്ക് കുഞ്ഞുകാലം മുതലേ അവൾക്ക് തലയിൽ ഭയങ്കര പേൻശല്യമാണ്. അതിന് കുഞ്ഞുകാലം മുതൽക്ക് അവൾക്ക് മരുന്നൊക്കെ ചെയ്തിരുന്നു. പക്ഷേ തലവേദന കാരണം കൊണ്ട് പിന്നീട് അതൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. പാൻറ് ശല്യം എന്ന് പറഞ്ഞാൽ അവളെ അറിയാവുന്നവർക്കൊക്കെ അത് അറിയാൻ സാധിക്കും. ഒരു വഴിക്ക് പോകുമ്പോഴേക്ക് നമ്മുടെ തലയിലൊക്കെ ഓടി നടക്കും. എനിക്ക് പാൻ നോക്കുമ്പോഴേ എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരും. അവൾക്ക് അന്നുണ്ടെങ്കിൽ 2 കൊല്ലമായിട്ട് ഭയങ്കര തുമ്മലാണ്. ഒരു തുമ്മൽ തുടങ്ങി കഴിഞ്ഞാൽ
അവസാനം ഒരു കാലത്ത് തുടങ്ങിയ വൈകുന്നേരം കിടക്കണ വരെയും ഭയങ്കര തുമ്മലാണ്, അതിൻ്റെ അലർജി ഉണ്ടായിരുന്നു.